പൊതുവെ സുരക്ഷിതമായ യാത്ര ട്രെയിനിൽ ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവരൊക്കെ തന്നെ പ്രിഫർ ചെയ്യുന്നതാണ് ട്രെയിൻ യാത്ര. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ആ നിലയിൽ തന്നെ മറ്റു കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായി പൊതുവെ സർക്കാർ ഇടപെട്ട് ചർച്ച ചെയ്യും. അറിയില്ല ഞാനത്. അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്, വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അത് ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുണ്ട്, ആ വകുപ്പുകളിലെ മന്ത്രിമാരും മറ്റ് സംഘടനകളുമൊക്കെയായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. അവർ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലേക്ക് വരുന്നത്. കാരണം ഇന്ത്യയിൽ വളരെ സുരക്ഷിതമായി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും ജീവിക്കാനും പറ്റുന്ന സ്ഥലം കേരളമാണ്. അവരുടെ മഹാരാഷ്ട്രയിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വർഗീയ കലാപങ്ങൾ, മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ വളരെ സമാധാന അന്തരീക്ഷമാണ് കേരളത്തിൽ. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി കേരളത്തിലേക്ക് വരുമ്പോൾ അവരിവിടെ പറഞ്ഞ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ്. അത് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നെഗറ്റീവ് സംഭവമാണ്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് എത്രത്തോളം നമ്മൾ വാർത്തയാക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇപ്പോൾ കേരളമാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു യുവതി പോസ്റ്റ് ചെയ്തിട്ട് അധിക ദിവസമായിട്ടില്ല. അത് ടൈംസ് നൗ ആണ് വലിയ വാർത്തയാക്കി കൊണ്ടുവന്നത്. കേരളത്തിലേക്ക് വരുന്ന ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും കേരളത്തിൻ്റെ പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സഞ്ചാരികളും അവരുടെ എണ്ണം പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷവും വളരെ സംതൃപ്തിയോടുകൂടിയാണ് കേരളത്തിൽ നിന്നും തിരിച്ചു പോയിട്ടുള്ളത്. അവരൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലാതെ നേരിട്ടും കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച്, കേരളത്തിലെ ജനങ്ങളുടെ ആതിഥേയ മര്യാദയെക്കുറിച്ച്, കേരളത്തിൻ്റെ മതസാഹോദര്യത്തെക്കുറിച്ച്, കേരളത്തിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെക്കുറിച്ച്, കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ കേരളത്തിൻ്റേതായ കേരള മോഡലുകളെക്കുറിച്ചും എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നമ്മൾ എത്രത്തോളം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെഗറ്റീവ് വാർത്തകൾ വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുകയും കേരളത്തിലേക്ക് പുറത്തുനിന്ന് വരേണ്ട ഒരു 10 ആൾ അതിൻ്റെ ഭാഗമായി കുറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്. പകരം പോരായ്മകളെ ഗൗരവത്തോടെ കാണണം. അതിനെ ഗൗരവത്തോടെ കാണാതെ പോകാൻ വേണ്ടി പാടില്ല. ദൗർഭാഗ്യകരമായ ഒരു സംഭവം പോലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതിന് നമ്മൾ നിലപാട് സ്വീകരിക്കണം. അതോടൊപ്പം പോസിറ്റീവായ കാര്യങ്ങളെ പ്രചരിപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് പൊതുവെ നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ സഞ്ചാരികൾ വരാൻ സഹായിക്കുന്ന സംഭവങ്ങളെ നല്ല നിലയിൽ നമ്മൾ വാർത്തകളാക്കി കൊണ്ടുവരണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം എല്ലാത്തിനും ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും നാഷണൽ ഹൈവേ ബന്ധപ്പെട്ടിട്ടേ ഇപ്പോൾ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ബേവിഞ്ചയിലും ഒരു വീടിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ദേശീയപാത 66 പറഞ്ഞത്. ആ ദേശീയപാത 66 ബന്ധപ്പെട്ട ജനങ്ങളുടെ ഉത്കണ്ഠ പ്രശ്നങ്ങൾ അതാത് സമയത്ത് സംസ്ഥാന സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ഇനി പെടുത്തുകയും ചെയ്യും. എന്നാൽ ഈ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതിൽ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ നടത്തിയ ഇടപെടൽ ആർക്കും മായ്ച്ചു കളയാനാകില്ല. 2016 LDFൻ്റെ സർക്കാർ അല്ലായിരുന്നു കേരളത്തിൽ അധികാരത്തിൽ വന്നതെങ്കിൽ ഇന്നിപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു. കാരണം പണി തന്നെ നടക്കില്ല. 2011-16 കാലഘട്ടത്തിൽ NHAI ഓഫീസും പൂട്ടി പോയതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം ചെലവഴിച്ചു, 5600 കോടി രൂപ. അതിപ്പോൾ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി മറ്റു തുക തള്ളിപ്പോയതിൻ്റെ ഭാഗം ഏകദേശം 12,000 കോടി രൂപ വരും. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മുഖ്യമന്ത്രി തന്നെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് ഇടയ്ക്കിടെ യോഗം നടത്തി, ഞങ്ങൾ നടത്തി, ശ്രീ നിതിൻ ഗഡ്കരിയുമായി തുടർച്ചയായി കമ്മ്യൂണിക്കേഷൻ നടത്തി. ഇപ്പോൾ അദ്ദേഹം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ 30-ാം തീയതി ഒരു യോഗം വിളിച്ചു ചേർത്താണ്. അതിപ്പോൾ 4-ലേക്ക് മാറ്റി. 4-ാം തീയതി അദ്ദേഹം തന്നെ എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ടുണ്ട്. 450 കിലോമീറ്റർ വടക്ക് നിന്ന് തെക്ക് വരെ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്നുള്ളതും നമ്മൾ കാണാതിരുന്നുകൂടാ. ജനം സ്വാഭാവികമായിട്ടും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ ഗൗരവത്തോടു കൂടി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായി, ഇനിയും തുടരും. ഓക്കെ.